ലോങ്ങൻ ഇത് ലോങ്ങൻ ലോങ്ങൻ ഫോർ സീസൺ ആകുമ്പോൾ എപ്പോഴും 4 പ്രാവശ്യം കായുള്ളതാണ്. എപ്പോഴും കായുള്ള ടൈപ്പാണ് ഫോർ സീസൺ. നല്ല കായുള്ളതാണ്. ചില എല്ലാം കൂടെ മിക്സ് ആയിരിക്കും. പിങ് പോങ് ഉണ്ട്, ഫോർ സീസൺ ഉണ്ട്, എഡാ സ്റ്റാർ ഉണ്ട്, ഡബിൾ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതെല്ലാം ലോങ്ങനാണ് അവിടെ ഇരിക്കുന്നത്. ആ ഭാഗത്തെല്ലാം ഇരിക്കുന്ന ലോങ്ങനാണ്. ഇത് അത്തിയാണ്. അപ്പോൾ അത്തിയുടെ ഏതാണ്ട് ഇതെല്ലാം നല്ല കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റാണ് നമ്മുടെ ഇവിടെ. കുറേ വർഷമായ പ്ലാന്റാണ്. ഈ മരമുന്തിരി എന്ന് വെച്ചാൽ ഇത് ആൾ സീസൺ നമുക്ക് കായ്ഫലം കിട്ടുന്ന വലിയ മരമാണ്. അപ്പോൾ ഈ വലിയ മരം തന്നെ ഏതാണ്ട് 1000-ലധികം പീസ് നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ഇത് റെഡ് ഹൈബ്രിഡ് ആണ്. റെഡ് ഹൈബ്രിഡ് താണ്ട് ഇത്രയും നല്ല ബുഷായിട്ട് നിൽക്കുന്ന നമുക്കൊരു 10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 10,000 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. നല്ല ബുഷ്, നല്ല ഹൈറ്റുള്ളതാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല പൂവും കായും എല്ലാം ആയതാണ്. വേണ്ട ഇത് ആൾ സീസണാണ്. ഇത് പൂക്കാൻ തുടങ്ങി നമുക്ക് 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആവറിക്കാൻ പറ്റും. എഡാ സ്റ്റാറാണ്. എഡാ സ്റ്റാർ നമ്മൾ പറയുന്നില്ല, നമ്മൾ റംബൂട്ടാൻ കായ്പിന്നോട്ട് കായ്ക്കാന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയെല്ലാം ബ്രാഞ്ചാക്കി നിർത്തിയാൽ നല്ല മൊത്തം കായ്ക്കും. 4 സൈഡും കായ്ച്ചിരിക്കുന്നുണ്ടോ, നല്ല കായ, നല്ല പോലെ. ചെറിയ ചെടിയാണ്. ചെറിയ ചെടിക്കകത്ത് ഇത്രയും നല്ല 4 സൈഡ് നോക്കും. സൈഡ് നല്ല പോലെ കായ്ച്ചിരിക്കുന്നു. തായ് ജമ്പോ സപ്പോർട്ടാണ്, നല്ല വലിപ്പമുള്ളതാണ്. നോക്കിയാൽ കാ പിടിച്ചിരിക്കുന്നതൊക്കെ ചട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മരമുന്തിരി ഈ ജമ്പോട്ടിക്കാവ് നമുക്ക് സബാറയാണിത് കേട്ടോ. സബാറ ഈ പ്രാവശ്യം നല്ല കായ ഉണ്ടായിരുന്നു, നല്ല വലിപ്പമുള്ളതായിരുന്നു. ഇതിനെക്കാട്ടി ഇച്ചിരി നല്ല വലിപ്പം വരുന്നതാണ് അപ്പുറത്തിരിക്കുന്നത്. ഉല്ലാസം കായ്ച്ചിരിക്കുന്നതാണ്. അത് ശരി. ഉല്ലാസിൻ്റെ കളർ നോക്കി. ചെറിയൊരു മരമാണ്. പറിക്കാറായത്? പറിക്കാറായില്ല. പഴുക്കുമ്പോൾ ഇച്ചിരൂടെ കളർ വരും, കളർ കയറും, ഇച്ചിരൂടെ വലിപ്പം വരും. നിള നഴ്സറിയുടെ വേറെ അടുത്തൊരു സ്ഥലമാണിത്. ഇത് എന്തോരം സ്ഥലമുണ്ട്? നമുക്കൊരു 1 ഏക്കർ 1.5 ഏക്കറോളം സ്ഥലം നമുക്ക്. ഇതാകും മിയാസാക്കി മാവ. ഇതൊക്കെ നമുക്ക് 1500. ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പൂവായ ടൈപ്പാണ് ഇത്. അതാ ഈ ബ്രാഞ്ചാട്ടിരിക്കുന്നത്. പിന്നെ നാംഡോക്ക് മൈ. നാംഡോക്ക് മൈ ഇതാണ്ട് ഇപ്പോഴും പൂവുള്ള ടൈപ്പാണ്. ഇത് 1500 നമുക്ക് ഇവിടുന്ന് കൊടുക്കുക. അതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് നമുക്ക്. ആർട്ട് കിട്ടു, ഷാറ്റിമൂൺ. പിന്നെ ഇവിടെ കുറച്ച് വലിയ ടൈപ്പ് ചെടികളാണ്. ഇവിടെ മിക്കവാറുള്ള എല്ലാം വലുതാണ് നമുക്ക്. അത് ആ സെക്ഷൻ പ്ലാവ്. ഇതാകും പ്ലാവ്, വിയറ്റ്നാം വേർലി. വിയറ്റ്നാം വേർലി ഇത്രയും വലുത് നമുക്ക് 350 നമുക്ക് കൊടുക്കാൻ പറ്റും. 350. വിയറ്റ്നാം വേർലിയെ വെച്ച് നോക്കുമ്പോൾ നല്ല ചെറിയ കായാണെങ്കിൽ എപ്പോഴും കായുണ്ട്, നല്ല മധുരമുള്ളതാണ്. ഇതാകും ബാലി ചാമ്പ. ബാലി ചാമ്പയുണ്ട്. പിന്നെ ഇതൊക്കെ എന്ത് വിലയുണ്ട്? 100 രൂപ? 100 രൂപയുള്ളൂ. ചാമ്പയൊക്കെ ആകുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് എടുക്കാം. ഇത് തായ്വാമുക്ക് പേര. തായ്വാമുക്ക് പേരയാകുമ്പോൾ നല്ല ഇത്ര ഹൈറ്റുള്ളത് നമുക്ക് 100 രൂപയ്ക്ക് എടുക്കാം. നമുക്ക് പേര നമുക്കൊരു 650-700 നമുക്ക് നല്ല വലിപ്പം വരുന്നതാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥ ഇഷ്ടം പോലെ പിടിക്കുന്ന ടൈപ്പ് പേരയാണ്. തെങ്ങിൻ്റെ ഇതാകുമ്പോൾ നമുക്ക് രാമകങ്ങ. രാമകങ്ങ നമുക്ക് അവിടെ ഇരുന്നതിൻ്റെ കുറച്ച് ബാക്കിയാണ് ഇവിടെ വന്നാൽ. ഇവിടെ അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം സെയിലായി. രാമകങ്ങ ശരിക്കും നാളികേരത്തിന് യൂസ് അല്ലേ? നാളികേരത്തിനും കരിക്കിനായാലും നമുക്ക് ഓയിലായാലും അരയ്ക്കാനായാലും നല്ല ടേസ്റ്റുള്ള, നല്ല ഇഷ്ടം പോലെ പിടിക്കുന്ന ടൈപ്പാണ് അത്. ആ പ്ലാവ് വിയറ്റ്നാം വേർലി പ്ലാവാണ്. വിയറ്റ്നാം വേർലി നമ്മൾ അപ്പുറത്ത് കണ്ടതിൻ്റെ ബാക്കി കുറച്ച് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് വിയറ്റ്നാം വേർലിയുടെ ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഇരിക്കുന്ന മൊത്തം വിയറ്റ്നാം വേർലി അങ്ങോട്ട് ഇരിക്കുന്നത്. പിന്നെ അതിന്റെ ചെറിയത് പറയുമ്പോൾ നമ്മുടെ ചെറുതാ 100ന്റെ പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇത് കായ്ക്കാൻ ഇപ്പോൾ ഒരു കൊല്ലം 1.5 കൊല്ലത്തിനകത്ത് കായാവും. ഇതിന്റെ മുമ്പുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പൂവായി കായായി പോയതാ. ഇത് കോട്ടൂർക്കോണം മാവാണ്. ഇത് കോട്ടൂർക്കോണം മാവാകുമ്പോൾ 250 നമുക്ക് വിൽപ്പനയായത്. ഇതും കോട്ടൂർക്കോണമാണ്. കോട്ടൂർക്കോണത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുഴുശല്യം വലുതായിട്ട് കാണത്തില്ല. നല്ല മാങ്ങയാണ്, അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇതൊക്കെ ബൾക്ക് ഉണ്ട്, ഇതൊക്കെ ഹോൾസെയിൽ നമുക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതാകുമ്പോൾ ആർട്ട് കിട്ടും. നല്ല മാങ്ങയാണ്, നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. നമ്മുടെ കാലാവസ്ഥ നല്ല പിടിക്കുന്ന ടൈപ്പ് മാങ്ങയാണ്, ശരിക്കും പിടിക്കുന്ന ടൈപ്പാണ് ആർട്ട് കിട്ടു. നമ്മൾ 400 രൂപ ഇതിൻ്റെ റേറ്റ്. കാലാപ്പാടി അതാകുമ്പോൾ 250 വരും. സെറ്റായിട്ടില്ല, നമുക്ക് സെറ്റായ വേറെ ഇരിപ്പുണ്ട്. ഇതാകുമ്പോൾ സീഡ്ലെസ് ലെമൺ. നമുക്കിത് 80 രൂപയ്ക്കൊക്കെ കൊടുക്കാം. അത് ഞാവല് ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വൈറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ ചാമ്പയുണ്ട്. തായ് റെഡ് ചാമ്പ ഇരിപ്പുണ്ട്. തായ് റെഡ് ചാമ്പ ഒരുപാടുണ്ട്. നമുക്കത് 100 രൂപ ഉള്ളൂ. നമുക്ക് നല്ല മധുരമുള്ള ടൈപ്പാണ്, നല്ല ടൈപ്പാണ്. പിന്നെ വിയറ്റ്നാം വേർലി പ്ലാവ് 100. ഇത് നല്ല സ്റ്റോക്ക് ഉണ്ടല്ലോ. വിയറ്റ്നാം വേർലിയുടെ നമുക്ക് 100ന്റെ പ്ലാന്റ് ആയതെല്ലാം ശരിക്കും നമുക്ക് ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, നല്ല ഹെൽത്തിയാണ്.
പക്ഷെ കുറച്ച് വലിപ്പമുള്ള തൈകളുണ്ട് അതില്. ആ പക്ഷെ വരും അത് 100 രൂപയുള്ളൂ. എല്ലാം 100 തന്നെ? എല്ലാം 100 രൂപയുള്ളൂ. ഓ ശരി. ഇത് ലോങ്ങനത്? ഇത് ലോങ്ങിന്റെ വേറൊരു വെറൈറ്റിയാണ്. പുതിയ സാധനം നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം എടുത്തതാണ്. അത് ആയിട്ടില്ല അത്. ഓക്കെ. ഇതേതാ പേര? തൈവാമ്പ് പേരയാണ്. തൈവാമ്പ് പേര നമുക്കൊരു 10,000-ഓളം പീസ് ഉണ്ടല്ലേ? ഇതെല്ലാം 100 രൂപയുള്ളൂ. പ്ലാന്റ് ഇത്രയും ഹൈറ്റ് ഉള്ളതെല്ലാം 3.5 അടിയൊക്കെ ഹൈറ്റ് ആണോ അത്. നമുക്ക് ഇതിലേ അങ്ങ് പോയിട്ട് അങ്ങോട്ട് പോയപ്പോൾ അതുകൂടെ കവർ ചെയ്യും. ലോങ്ങൻ ഉണ്ടല്ലോ കുറച്ചുകൂടെ. ലോങ്ങൻ നമ്മൾ ഇവിടുന്ന് ഓരോന്ന് സെറ്റ് ചെയ്ത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുവരുന്നത്. നമ്മൾ വൈറ്റ് ആണെന്നുള്ളത്. വൈറ്റ് ലോങ്ങൻ. അത് വൈറ്റ്, ഇത് ഫോർസിസ് എല്ലാം കൂടെ മിക്സ് ആയിരിക്കുക. നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനും വേണ്ടി മാറ്റി. ഇത് മാവ് വലുത്? മാവ് ഇത് നാംഡോക്കുമയ. നാംഡോക്കുമയുടെ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ 500 രൂപയുള്ളൂ. ഇതൊക്കെ നല്ല ഹൈറ്റ് ഉള്ളത് 500 രൂപയുള്ളൂ. ഓക്കെ. ഇത് മറ്റേതല്ലേ അവക്കാഡോ? അവക്കാഡോത്തിന് നമ്മൾ സീഡാണ്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്. ഓ ശരി. ഇതോ തൈത്തെങ്ങോ? രാമങ്ങയുടെ തൈ ഇരിക്കുകയാണ്. ഇത് അമ്പഴം. ഇത് ബഡ് ചെയ്യാനുള്ളതാ? സ്വീറ്റ് അമ്പഴം ബഡ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുക. എല്ലാം കൂടെ മിക്സ് ആയിരിക്കുക. അതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയതിൻ്റെ. ഇത് സപ്പോർട്ടാ? സപ്പോർട്ട അത് കാലാപ്പാടി സപ്പോർട്ട. ഇത് 350 രൂപയുള്ളൂ. നമ്മളവിടെ കാ പിടിച്ച നല്ല ഇത്രയും വലിപ്പമുള്ളതാണ്. നല്ല ബുഷായിട്ടിരിക്കുന്ന 350 രൂപയുള്ളത്. കവറിൽ തന്നെ നല്ല 350 രൂപയുള്ളൂ. ഇത് ബനാന സപ്പോർട്ട. ബനാന സപ്പോർട്ട നമ്മൾ 350-ൻ്റെയാണ്. നല്ലത് കായായി. ഇതൊക്കെ ഇപ്പൊ കവർ മാറ്റിയാണല്ലോ? ഇതിപ്പോൾ കവർ ചേഞ്ച് ചെയ്ത് വെച്ചേ. ഇത് 350 രൂപയുള്ളൂ. എല്ലാം നല്ല കായായിക്കുക. ഇതെല്ലാം പൂവായി. ബനാന സപ്പോർട്ട. പിന്നെ നമുക്ക് തൈവാമ്പ് പേരയുടെ വലിയ ടൈപ്പാണ്. നമുക്ക് 350-ൻ്റെയൊക്കെയാണ്. ഒരു ലോങ്ങിൻ്റെ വെറൈറ്റിയാണ്. അതായത് പ്ലാവ്? അത് പ്ലാവ് വിയറ്റ്നാം ബെർലിയാണ്. വിയറ്റ്നാം ബെർലി ഏതാണ്ട് ഇത്രയും ഹൈറ്റ് ഉള്ളതാണ്. എന്നെക്കാട്ടും നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് 900 രൂപയ്ക്ക് നമുക്ക് ഇവിടെ നിൽക്കാം. 900. ഇത് തന്നെ? അല്ല, അത് J33. J33 ആകുമ്പോൾ നല്ല മഞ്ഞച്ചക്കയാണ്. നല്ല വലിപ്പമുള്ള ചക്കയാണ്. ഒരു 25-30 കിലോ ഒക്കെ തൂക്കം വരും. നല്ല മഞ്ഞച്ചക്ക, നല്ല ടേസ്റ്റുള്ള ചക്കയാണ് J33. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? നല്ല ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നേഴ്സറിക്കാരൊക്കെ വരികയാണെങ്കിൽ ബൾക്ക് ഹോൾസെയിൽ റീറ്റെയിലും എല്ലാം ഉണ്ട്. ഇത് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 5 അടിയൊക്കെ ഉണ്ടാവും. 5 അടിയൊക്കെ ഹൈറ്റ് ഉള്ളതാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കണ്ടല്ലേ? ചേഞ്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതാ ഈ പേരെ? അത് തായ്വാമ്പ് പേരെ. ഇതും കവർ ഇപ്പൊ മാറ്റിയാണ്? കവർ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഇത് ചേഞ്ച് ചെയ്ത് സെറ്റ് ആകുമ്പോൾ നമ്മൾ അപ്പുറത്ത് കൊണ്ടുവന്നു. ഇത് ഡൽഹരി ചാമ്പയാണ്. എന്തുണ്ട് ഈ തൈ? ഡൽഹരി ചാമ്പ നമുക്ക് ഇതാകുമ്പോൾ ഒരു 450 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ പൂവായതൊക്കെയാണ്. പൂവും കായും ആയതാണ്. അപ്പുറം എടുക്കണം. അപ്പുറം ഫ്രൂട്ട് എടുക്കണം. ഇതൊക്കെ അത് തന്നെ ഡൽഹരിയാണ്? ഇതെല്ലാം ഡൽഹരിയാണ്. പിന്നെ നമുക്ക് അപ്പുറത്തോട്ട് കയറാം. ഇത് വിയറ്റ്നാം തന്നെ അല്ലേ? അത് J33 പ്ലാവാ. അത് അതെ ചാമ്പ ഇതല്ലേ? ഓക്കെ. ഇവിടെ ചാമ്പൊക്കെ ആയിട്ടുണ്ട്. ഈ പ്ലാവ് എന്ന് പറഞ്ഞാൽ J33. ഇതല്ല തന്നെ അല്ലേ? J33 ആണ്. ഇതാ ഈ ചാമ്പ? തായ് റെഡ് ചാമ്പയാണ്. തായ് റെഡ് ചാമ്പ നമുക്ക് ഇത് 100 രൂപയുള്ളൂ നമുക്കിവിടെ. അതും സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് പേരയുടെ ചെറുതിരിപ്പുണ്ട്. പേര റെഡ് ഡയമണ്ടോ? പേര റെഡ് ഡയമണ്ട്. റെഡ് ഡയമണ്ട് ഇത് സെറ്റ് ആവുന്നേ ഉള്ളൂ. സെറ്റായത് വേറെ നമുക്ക് ഇരിപ്പുണ്ട്. ഇതായി വരുന്നുള്ളൂ അല്ലേ? അത് സെറ്റ് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് സെറ്റായിരിക്കുകയാണ്. ഇതൊക്കെ ആകുമ്പോൾ 200 രൂപയുള്ളൂ. റെഡ് ഡയമണ്ട് നല്ല വലിപ്പമുള്ള പേരൊക്കെയാണ്. സീഡ് കുറവാണ്. നല്ല റെഡ് കളറാണ്. പേരക്കകത്ത് ഏറ്റവും നല്ല വലിപ്പമുള്ള പേരൊക്കെയാണ് റെഡ് ഡയമണ്ട്. ഇതെല്ലാം പ്ലാവിൻ്റെ കേട്ടോ. സിന്ദൂർ. ഇത് സിന്ദൂറാണ്. സിന്ദൂർ ചാക്ക്. ഇത് എത്ര കൊല്ലം എടുക്കും? നല്ല വലിപ്പമുള്ള നല്ല മധുരമുള്ളതാണ്. സിന്ദൂർ കായ്ക്കാൻ 4 കൊല്ലം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ല റെഡ് കളർ. ബഡാണത്? ബഡാണ്. സീഡ്ലെസ് ലെമണാണ്. സീഡ്ലെസ് ലെമൺ നമുക്കൊരു ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഒരുപാട് സ്റ്റോക്ക്. ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. നമ്മൾ തന്നെ എടുക്കുന്നതാണ്. ഇതൊക്കെ മാവുകൾ. കാലപ്പാടി മാവാണ്. കാലപ്പാടി മാവ് ഇതൊക്കെ ആകുമ്പോൾ ഒരു 800 രൂപയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല പ്രായമുള്ളതാണ്. ഗ്രാഫ്റ്റാണ്. വലിയ വലിപ്പമുള്ള തൈയല്ലേ? നല്ല വലിപ്പമുള്ള നല്ല ബുഷായിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ എന്തൊക്കെ? ഇതെല്ലാം മാവുകളല്ലേ? ഇതെല്ലാം മാവാണ്. മാവിന്റെ കാടാണല്ലോ ഇവിടെ. R2 ഇതൊക്കെ R2 ആണ്. R2 ഉണ്ട്. പിന്നെ കിങ് ഓഫ് ചക്കവത്തുണ്ട്. കിങ് ഓഫ് ചക്കവത്തിന്റെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും എല്ലാം ഉണ്ട് നമുക്ക്. നിങ്ങളുടെ അടുത്ത് ബ്രൂണൈക്കിങ് ഉണ്ടോ? നമ്മളിത് കട്ട് ചെയ്ത് നിർത്തിയാണ്. നിർത്തി ഇനിയിപ്പം ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എന്തുണ്ട് ചെടികൾ? ഇത് വലുതാകുമ്പോൾ നമുക്ക് 800 രൂപയ്ക്ക് എടുക്കാം. ചെറുതാകുമ്പോൾ 400 രൂപയ്ക്ക് എടുക്കാം. ഇതെല്ലാം മാവ് തന്നെ അല്ലേ? അതെല്ലാം മാവ്. അത് കാറ്റുമോണാണ് കായ്ച്ചിരിക്കുന്നത്. കാറ്റുമോണാണ് ഇതല്ലേ? മിയാസാക്കിയുടെ ഗ്രാഫ്റ്റ് ആണ് ഇരിക്കുന്നത്.
ഇത് നമ്മൾ കവർ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി സെറ്റായിട്ടേ നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരുത്തുള്ളൂ. അപ്പുറത്ത് വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. പിന്നെ തായ്വാമുക്ക് പേരയുടെ താണ്ട വേറൊരു പൂങ്കായും ആയ ഒരു സെറ്റായി ഇരിക്കുകയാണ്, ഇപ്പോൾ കൊടുക്കാറായിരിക്കുകയാണിത്. ഇത് കുറച്ചും കൂടെ ചെറിയ തൈയാണ്, കുറച്ചുകൂടെ ചെറിയ ഇതിപ്പോൾ സെറ്റായി ഇപ്പോൾ കൊടുക്കാറായി. ഇതെല്ലാം തായ്വാമുക്ക നല്ല പൂങ്കായും ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ 100 രൂപയേ ഉള്ളൂ. തായ്വാമുക്ക് പേര നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇത് റംബൂട്ടാൻ നമ്മൾ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഇളക്കാറായത്. തായ്വാൻ അതിൻ്റെ തോട്ടൊക്കെ ഉണ്ടല്ലേ കുറേ? ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, നല്ല പ്ലാന്റ് എല്ലാം നല്ല. ഇനിയതാ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതില്ലേ ഇതൊക്കെ ഇത് കിങ് ഓഫ് ചക്കവത്താണ്. കിങ് ഓഫ് ചക്കവത്ത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. ഇത് അത് മിയാസാക്കിയുടെ ബഡ് തൈ ആയത് കേട്ടോ. 350 രൂപ. ബഡ്ഡാകുമ്പോൾ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്? ബഡ്ഡാകുമ്പം ഇത് ഇനിയൊരു 2-2.5 കൊല്ലം ആകുമ്പോഴത്തേക്ക് കായ്ക്കുന്ന ടൈപ്പാണിത്. നല്ല തൈയാണിത്. ഇതൊക്കെ ലോങ്ങൻ ബഡ് ചെയ്യാൻ നിർത്തിയിരിക്കും. അതായത് സീഡ് നമുക്ക് ഇങ്ങനെ ബഡിങ് ഇപ്പൊ അല്ലേ ചെയ്യുന്നത്? മഴക്കാലത്ത് നമ്മളിപ്പോ എപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ചെയ്താൽ നമുക്ക് ചൂടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ലോങ്ങന്റെ കൊണ്ടുവന്ന് വെച്ചേക്കണാണ്. നമ്മുടെ അതാകുമ്പം ഇൻഡസ്ട്രി മംഗളയുടെ നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാകുമ്പോൾ 200 രൂപയ്ക്ക് അത്രയും വലിയ കവറിനകത്ത് അത്രയും ബുഷായിട്ടിരിക്കുന്നത്. ഈ ചെടി വലുത്, ഇതാ ചെറുതാ? ചെറുത് നമുക്ക് 100 രൂപയ്ക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ ചെറുതുണ്ട് 35-40 ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഇത് ലെമണാണ്. ഇത് പായസ ലെമൺ എന്ന് വെച്ച് പറയുമ്പം നമുക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പിടിക്കും. അത് അതിൻ്റെ ഇല കുറവും ഇഷ്ടംപോലെ കിട്ടിയതാണ്. ഇത്രയും വലിപ്പം വരത്തുള്ളെങ്കിൽ നല്ല നീരുണ്ട് ഇതിന്. ഇതിൻ്റെ ചെറിയ തൈ നമുക്കുണ്ട്. ഇതൊക്കെ പേരല്ലേ? പേര വൈറ്റ് ആണ് ഇരിക്കുന്നത്, വൈറ്റ് ഡയമണ്ട് ആയിരിക്കുന്നത്. വൈറ്റ് ഡയമണ്ട്. ഓ ഇത് കായല്ല? കായായിരിക്കും. നമ്മളത് കവർ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് മാറ്റിയാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ജയത്തെറിത്രിയാണ് ഈ പ്ലാവല്ലേ. പിന്നെ ലോങ്ങൻ്റെ വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ നാട്ടിൽ കണ്ടോ റൂബി ലോങ്ങൻ നാണ്ട കാഴ്ച കിടക്കാൻ നോക്കിയത്. അവിടെ ഉണ്ട് അത് അവിടെ ഇഷ്ടംപോലെ കാഴ്ച കിടപ്പുണ്ട്. ഇതിനകത്ത് മൊത്തത്തിൽ പിടിക്കുന്നതാണ്. റൂബി ലോങ്ങനൊക്കെ നമുക്ക് വിൽക്കാനും വേണ്ടി വെച്ചിരിക്കാം. അപ്പം മദർ പ്ലാന്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ അതിപ്പം നമുക്ക് കൊടുക്കാനും വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് സെയിൽ ചെയ്യാറ്. നല്ല വലിപ്പമുള്ളതാണ്. 2 കിട്ടി. ഇഷ്ടംപോലെ ഉണ്ട്. അത് ഇതൊക്കെ സെയിലിനുള്ള ചെടിയാണ്. ഇവിടെ കുറച്ച് വലിയ മാവ് ഇരിപ്പുണ്ട് നമുക്ക് കേട്ടോ. ഇവിടെ കുറച്ച് വലിയ മാവുണ്ടോ? ഏതത്? റംബൂട്ടാൻ പിന്നെ വലുത് കണ്ട ഇതൊക്കെ നമുക്ക് 1500 രൂപ. ഇപ്രാവശ്യം കായൊക്കെ ആയിരുന്നു. റംബൂട്ടാൻ ഇത് N18 ആണോ? ഇത് N18 ആയിരിക്കുന്നത് എല്ലാം. ഓക്കെ. ഇതൊക്കെ കാറ്റിമോണാണ്. കാറ്റിമോൺ വലുത്. പിന്നെ ബനാന. ഇതൊക്കെ ബനാന. ഇതൊക്കെ വലിയ ടൈപ്പാണ്. ഇത് കുറച്ച് കൊല്ലെത്തിണ്ടാവില്ല. കുളമ്പിൻ്റെ ആണ്. അങ്ങനെയൊക്കെ കിളി കുത്തിയതാണ്. അവിടെ ഉണ്ട് ഇനി? അതിൻ്റെ നമുക്കിതിപ്പോൾ പാലാച്ചി വീട്ടിലൊക്കെ ആണെങ്കിൽ കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന ഇനി കൊണ്ടുവന്ന് വെച്ചാൽ മതി. എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല ബുഷായിട്ടുള്ളതാണ്. പിന്നെ അമ്പടക്കുമിൻ്റെ വലുതുണ്ട്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? ഇത്രയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ. ഇനി ഒരു സെക്ഷൻ കൂടി നമുക്ക് ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അതെവിടെയാണ്? ബാക്കിൽ? അത് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം. അത് എന്തോരം? എത്ര ഏരിയ? അതൊരു 2 ഏക്കറോളം സ്ഥലത്ത്. നമുക്ക് ഇവിടെ നിരവധിയായിട്ട് പ്ലാന്റ്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വിയറ്റ്നാം ബെറി പ്ലാവാണ്. വിയറ്റ്നാം ബെറി പ്ലാവ് നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന പ്ലാവാണ്. നോക്കാണ്ട് ഇതൊരു നല്ല വലിപ്പത്തിലുള്ള ചെടികളാണ്. ഇത് നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാൻ 2 അടി ഹൈറ്റോളം ഉണ്ട്. അപ്പോൾ ഇതും വിയറ്റ്നാം ബെറിലാണ്. 2 അടി ഹൈറ്റ് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. നമ്മുടെ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കുരുമുളകിൻ്റെ തൈയാണ്. മിക്കവാറും എല്ലാം ഇത് തിരിയിട്ടതാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു 70 രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോൾസെയിൽ റേറ്റും ഉണ്ട്. ഹോൾസെയിലായിട്ട് നഴ്സറിക്കാർക്ക് നമുക്ക് കുറച്ചും കൂടെ വില കുറച്ച് കൊടുക്കാൻ കഴിയും. ഇവിടെ നമുക്ക് കണ്ട് ഇവിടെ അബിയു. ഇത് അബിയു താണ്ട് അടുത്ത പ്രാവശ്യം കായ്ക്കുന്ന ടൈപ്പാണ്. ഒരു 1300 നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വള്ളിക്കുരുമുളക് ഇരിപ്പുണ്ട്. വള്ളിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മളൊരു 30 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് ന്യൂക്രിസ്റ്റ് ലോങ്ങനാണ്. ന്യൂക്രിസ്റ്റ് ലോങ്ങൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കായ്പ്പിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് എസ്കാർലെറ്റ് വിഭാഗത്തിൽപ്പെട്ട മരമുന്തിരിയാണ്. നല്ല കായ്ച്ച ടൈപ്പാണ്. നല്ല കായ്ച്ച ടൈപ്പ് ആകുമ്പോൾ നമുക്ക് 3000 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. എസ്കാർലെറ്റ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക്.
എല്ലാം എസ്കാർലറ്റാണ്. ചെറിയ പ്ലാന്റാണ്. നമുക്കത് 300 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ റെഡ് ഹൈബ്രിഡാണ്. ചെറിയ പ്ലാന്റ്. അത് നമുക്ക് 300 രൂപയ്ക്ക് ചട്ടിക്കകത്ത് ആ സൈസ് സാധനം നല്ല ബുഷായിട്ട് നിൽക്കുകയാണ്. അത് നമുക്ക് 300 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് അവക്കാഡോ ആണ്. അപ്പോൾ അവക്കാഡോയുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കുണ്ട്. അവക്കാഡത്തിലെ ട്രോപ്പിക്കലാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പം പുള്ളോക്കും ഉണ്ട്, റസലും ഉണ്ട്. പുള്ളോക്കാകുമ്പോൾ നമുക്ക് ബൾബ് ടൈപ്പുള്ള കായാണ്. ബൾബ് ടൈപ്പ് റസലാകുമ്പോൾ നീളമുള്ള ടൈപ്പ് കായാണ്. അത് നമുക്ക് 3.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ കവറിനകത്ത് ചെറിയ പ്ലാന്റ് നമുക്കുണ്ട്. 650-750 വരും. അത് നമുക്ക് ഒരുപാട് സ്റ്റോക്കുണ്ട്. ഇത് നമ്മുടെ അബിയു ആണ്. നമ്മുടെ അബിയു നേരത്തെ പരിചയപ്പെട്ടിരുന്നു. എല്ലായിടവും നല്ല സ്റ്റോക്കുള്ളൊരു സാധനമാണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ചെടികൾ നമ്മൾ 150 രൂപ റേഞ്ചിലാണ് ഈ ചെടി കൊടുക്കുന്നത്. നമുക്കൊരു 100 രൂപ മുതൽ 1300 രൂപ വരെയുള്ള അബിയുവിൻ്റെ ചെടികൾ നമുക്ക് ലഭ്യമാണ്. റെഡ് ഹൈബ്രിഡ് ജംബോട്ടിക്കാവയാണ്. ഇത് നമുക്കിപ്പോൾ ഉടനെ തന്നെ കായ്ക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചട്ടിയെല്ലാം ചേഞ്ച് ചെയ്ത് നല്ല പ്ലാന്റായിട്ട് നല്ല സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു 3 മാസം 4 മാസത്തിനകത്ത് ഇത് കായ്ക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ഹൈറ്റ് തന്നെ നോക്കി ഒരു 5 അടി ഉള്ള ഹൈറ്റ് കാണും. ഇത് നല്ല ആൾ സീസണാണ്. കായ്ക്കാൻ തുടങ്ങി എപ്പോഴും കായുള്ള ടൈപ്പാണ്. ജംബോട്ടിക്കാവയുടെ ഒരു വലിയ ശേഖരമാണ് നമുക്കുള്ളത്. ഇവിടെ ഏതാണ്ട് 10,000 രൂപ വരെയുള്ള നമ്മളെ കായ്ച്ച നിരവധി മരങ്ങളുണ്ട്. 3000 രൂപ തൊട്ട് കായ്ച്ച മരങ്ങൾ നമുക്ക് വിൽക്കാനുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള മരങ്ങൾ. അതുകൊണ്ട് ഒരു 700 രൂപ തൊട്ട് മുകളിലോട്ടാണ് മരമുന്തിരിയുടെ നമ്മുടെ ഇവിടുത്തെ വില വരുന്നത്. ഇത് ഇൻട്രസ്റ്റ് മംഗളയുടെ നമുക്ക് ഒരു 40 രൂപ മുതൽ ചെറിയ കവറിൽ നിൽപ്പുണ്ട്. അതൊരു 3 കൊല്ലം ആകുമ്പോഴത്തേക്കായി 2.5-3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണ്. വലിയ ഹൈറ്റിൽ പോകുന്നതല്ല, കുള്ളൻ ടൈപ്പാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് നേഴ്സറി ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോൾ അപ്പം ഇതിന് ഈ 100 രൂപ കൂടാതെ നമുക്കൊരു 40 രൂപയുടെ ചെറിയ ചെടികൾ നമുക്കുണ്ട്. അവിടെ ഒരു ചാമ്പ 200 ഉണ്ട്. ഇത് ബാലി ചാമ്പയാണ്. ബാലി ചാമ്പ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ളതാണ്. അത്യാവശ്യം വലിപ്പമുള്ള, ഇതിനെക്കടിച്ചുകൂടെ വരും. നല്ല കളർ വരും, നല്ല ചുവപ്പ് കളർ വരും. ഇതൊക്കെ നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇത്ര നല്ല ബുഷാട്ടിരിക്കുന്ന ഇതൊക്കെ നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ 100 രൂപ മുതലുള്ളതുണ്ട്, 100 1000 വരെയുള്ളതുണ്ട്. ഇത് ന്യൂക്രിസ്റ്റൽ ലോങ്ങനാണ്. അതൊരു 2 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കവറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. ഈ നമ്മുടെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് വലുതിനകത്താക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്തിപ്പം അത് നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മളിതിനെ വലുതാക്കി കൊടുക്കാനുള്ളതാണ്. അതൊക്കെ 250, ഇതൊക്കെ 300 രൂപയ്ക്ക് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനും വേണ്ടി ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് നമുക്ക്. ഇത് തന്നെ റെഡ് ഹൈബ്രിഡിൻ്റെ ജംബോട്ടിക്കാവയുടെ ഒരു നല്ല സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. കാണുന്നതെല്ലാം നല്ല സ്റ്റോക്കാണ്. ഇതെല്ലാം നമ്മുടെ തന്നെയാണ്, നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. റംബൂട്ടാൻ്റെ നല്ലൊരു ശേഖരമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ പ്രത്യേകമായി സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് റംബൂട്ടാൻ തൈകളെന്ന് പറയുന്നത് നമുക്കൊരു 100-150 രൂപ തൊട്ട് മുകളിലോട്ട് ഏതാണ്ട് ഒരു 1500 രൂപ വരെയുള്ള തൈകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം അത് ആവശ്യക്കാർ നമുക്ക് കരുനാഗപ്പള്ളി ടൗണിൽ നിന്ന് കിഴക്ക് മാലുമ്മേൽ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. നമുക്കിവിടെ ഡെലിവറി സൗകര്യമില്ല. ഇതാകുമ്പോൾ കുറ്റ്യാടി തെങ്ങാണ്. കുറ്റ്യാടി തെങ്ങ് നമ്മൾ കവറിനകത്ത് ആക്കാനും വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കവറിനകത്ത് ആക്കിയതിന് ശേഷം നമുക്ക് 200 കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ കണ്ടീഷനാണെങ്കിൽ നമുക്കൊരു 150 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊരു 5 വർഷമൊക്കെ എടുക്കും ഈ തെങ്ങ് ഒന്ന് ഫലം തരാൻ. എന്നാലും ആൾക്കാർ കൂടുതലായിട്ട് ഇത് ആവശ്യപ്പെടുന്നൊരു തെങ്ങിനമാണ്. ഇതും കുറ്റ്യാടി തന്നെ. ഇവിടെ നമുക്ക് ഇത് ഡൽഹരി, ബാലി, ഉമർ തുടങ്ങി വിവിധ തരത്തിലുള്ള ചാമ്പകളാണ്. അപ്പോൾ നമുക്ക് ഈ ചാമ്പയുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 1000 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണിത്. നമുക്ക് ഇതിൻ്റെ ചെറിയ തൈകളും നമുക്ക് നമ്മുടെ അവൈലബിൾ ആണ് ആവശ്യം പോലെ. പിന്നെ നമുക്ക് അങ്ങോട്ട് പ്ലാവിൻ്റെ സെക്ഷനിലോട്ട് പോകാം. ആ ഭാഗത്ത് നമുക്ക് പ്ലാവും പേര അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. നമ്മളിത് നഴ്സറിയുടെ ഒരു 3ാമത്തെ ഫ്ലോട്ടാണ്. ഈ 3ാമത്തെ ഫ്ലോട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കംബോഡിയൻ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു നല്ല ചക്കയാണ്. നല്ല ചുവപ്പ് ചക്കയാണ്. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന ടൈപ്പ് ചക്കയാണ്. ഇത് നല്ല വലിപ്പം വരുന്നതാണ്. നല്ല ചുവപ്പ് കളറാണ്. കംബോഡിയൻ ഓറഞ്ച് എന്ന് പറയും. ഇതിൻ്റെ തന്നെ നമുക്ക് 250 മുതൽ 1500-1200 ആ റേറ്റിലുള്ളതുണ്ട്. അടുത്ത പ്രാവശ്യം കായ്ക്കുന്ന ടൈപ്പ് 1500 നമുക്ക് വിൽക്കാൻ ഇരിപ്പുണ്ട്, സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നമുക്ക് ഈ പ്ലാവുകൾ നിള നഴ്സറിയിൽ വേണ്ട ഒരു 10-30 വെറൈറ്റിയിലുള്ള പ്ലാവുകൾ നമുക്ക് പല വലിപ്പത്തിലുള്ളത് നമുക്ക് ലഭ്യമാണ്. അതേപോലെ നമുക്കിവിടെ ഇത് പേരയുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല കായ്ച്ച് നിൽക്കുന്ന പേരകളുണ്ട്. ഇത് തായ്വാൻ പേരയാണ്. തായ്വാൻ എന്ന് പേര എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ഇഷ്ടംപോലെ പിടിക്കുന്നതാണ്. നല്ല വലിപ്പം വരും. ഒരു 750-600 ഗ്രാമൊക്കെ നല്ല വലിപ്പം വരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതിന് സീഡ് ഉണ്ടെങ്കിലും സീഡ് പ്രശ്നമില്ല. നമുക്ക് കടിച്ചാൽ പൊട്ടുന്ന ടൈപ്പാണ്. നല്ല ടേസ്റ്റുള്ളതാണ്. ഒരു പിങ്ക് കളർ വരും ഉള്ളു.
ഇതിപ്പോൾ അനീഷ ഒരു 6 മാസത്തിനുള്ള കായ്ക്കുമായിരിക്കും അല്ലേ? ഇതിപ്പോൾ കായ്ച്ച് നിൽക്കുന്നതാണ്. ഇപ്പോൾ 6 മാസം വേണ്ട, നമുക്ക് ചെറിയ 100ൻ്റെ തൈയൊക്കെ തന്നെ നമ്മളൊരു 3 മാസത്തിനകത്ത് കായ്ക്കുന്നതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ മാവുകളുടെ ഒരു വലിയ ശേഖരം. നമുക്കിവിടെ കോട്ടൂർക്കോണം, കാറ്റിമൂൺ തുടങ്ങി ഒരുപാട് മാവിൻ്റെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കാറ്റിമൂണിൻ്റെ 1000ൻ്റെ പ്ലാന്റാണ് ഇരിക്കുന്നത്. 1000ൻ്റെ ആകുമ്പോൾ തന്നെ മൊത്തം കായ്ച്ചാണ്. കായ്ച്ച് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കായ്ക്കുന്നതാണ് ഇതിപ്പോൾ. ഇപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കായ്ക്കുന്ന ടൈപ്പാണ്. അതെല്ലാം പഴുത്ത് വിളഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് നിരവധി പ്ലാന്റുകൾ കായ്ച്ചുണ്ട്. ഇതാകുമ്പോൾ കോട്ടൂർക്കോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരക്കാരുടെ മാങ്ങയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പുഴുശല്യം വലുതായിട്ടില്ല. കോട്ടൂർക്കോണം കാലാപ്പാടി നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. 250 രൂപ മുതൽ നമുക്ക് 1200 വരെയുള്ള കായ്ക്കുന്ന പൂവായ ഉണ്ട്. 1200ൻ്റെയൊക്കെ പൂവായത് ഉണ്ട്. അടുത്ത പ്രാവശ്യം കായ്ക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇത് 250 മുതൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നല്ല പ്ലാന്റുകൾ, നല്ല ബുഷാട്ടിക്കുന്നത്. അതപ്പോൾ നമ്മൾ കൊടുക്കാനും വേണ്ടി എല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇതെല്ലാം. കോട്ടൂർക്കോണം. പിന്നെ ഇത് നാംഡോക്കുമൈ. നാംഡോക്കുമൈയുടെ നല്ല വലിയ പ്ലാന്റാണ്. നോക്കിയ ഹൈറ്റ് തന്നെ നോക്കിയാൽ നല്ല മാങ്ങയാണ്. പുഴുശല്യം വലുതായിട്ടില്ലാത്ത നമുക്ക് നമ്മുടെ കാലാവസ്ഥ ഇഷ്ടം പോലെ പിടിക്കുന്ന ടൈപ്പാണ് മാങ്ങ. നല്ല മാങ്ങയാണ്. ഇതും നമുക്കുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതുമായ സ്റ്റോക്ക് നമുക്കുണ്ട്. ഇതും കോട്ടൂർക്കോണമാണ്. കോട്ടൂർക്കോണം. പിന്നെ കാറ്റിമോൺ, അതും നാംഡോക്കുമൈയാണ്. ഇരിക്കുന്നതെല്ലാം നാംഡോക്കുമൈയാണ്. ഇത് കാറ്റിമോണിൻ്റെ 1000ൻ്റെ പ്ലാന്റാണ്. പിന്നെ നമുക്ക് R22 ഉണ്ട്. R22 നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. R22 പിന്നെ വരുമ്പോൾ നമുക്ക് ലോങ്ങൻ ഇത് എഡാസ്റ്റാറാണ്. എഡാസ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് റംബൂട്ടാൻ കായ്പ്പിക്കുന്നതിന് കൂട്ടുക തന്നെ നമുക്ക് അതേ രീതിയിൽ തന്നെ കായ്പ്പിക്കാൻ പറ്റും. നമുക്ക് ചട്ടിക്കകത്തോ താഴെ വെച്ചിട്ടായാലും കവറിനകത്ത് വെച്ചിട്ടായാലും നല്ലപോലെ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് റംബൂട്ടാൻ കായ്പ്പിക്കുന്നതിന് കൂട്ടുക നല്ലപോലെ കായ്ക്കാം. നല്ല രുചിയാണ്, നല്ല മധുരമാണ്. സീഡ് വളരെ ചെറിയ സീഡാണ്, വലിയ കായാണ്, നല്ലതാണ്. ഫ്ലഷിൻ്റെ വില നമുക്ക് 800 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 800 തൊട്ട് സ്റ്റാർട്ടിംഗ് എന്നാലും നമുക്കൊരു 6000 രൂപയ്ക്ക് നമുക്ക് നല്ല വലിയ പ്ലാന്റ് കൊടുക്കാം. നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ് കൊടുക്കാൻ പറ്റും. നല്ല ഫ്ലഷായിട്ടുള്ള പിന്നെ ഇതാണ് കിട്ടുന്നത് നമുക്ക് ലോങ്കൻ്റെ. ഇവിടെ നമുക്ക് പുലാസനാണ്. നമ്മുടെ പുലാസൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കുണ്ട്. നമ്മളിവിടെ ഇതിൽ നിന്ന് ഒരേ തരത്തിലുള്ള ഒരേ വലിപ്പത്തിലുള്ള ചെടികൾ നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പുലാസൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റംബൂട്ടാനേക്കായി കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ ഫലം കിട്ടുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു നല്ല ശേഖരം നമുക്കുണ്ട്. പുലാസം എന്ന് പറയുമ്പോൾ നമുക്ക് 3-ാം കൊല്ലം കായ എടുക്കാൻ പറ്റും. ആദ്യത്തെ ഒരു കൊല്ലത്തെ എന്ന് പറഞ്ഞാൽ ചില കായകൾ ഇച്ചിരി പെട്ടുകായാണെങ്കിലും അങ്ങനെ ഒരു ഫാൾട്ട് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. മിക്കവാറുള്ളവർ വന്നിട്ടായാലും പറയുന്നുള്ളൂ. പക്ഷേ എന്നാലും നല്ല കായാണ്. പിടിക്കാൻ തുടങ്ങിയാൽ നല്ല ഇഷ്ടം പോലെ പിടിക്കും. നല്ല വലിപ്പമുള്ള കായാണ്. എന്നാലും നല്ല മധുരമുള്ള ഒരു ദ്രാവകം ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് പൊട്ടിച്ച് കഴിക്കുമ്പോൾ തന്നെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ നമുക്കൊരു 450 മുതലുള്ള നമുക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ട്. 2500 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ സീസണിലാണെങ്കിൽ നമുക്ക് 2500 നല്ല പ്ലാന്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുറച്ച് പോയി, ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇരിപ്പുണ്ട് 2500. ഇത് മാങ്കോസ്റ്റിൻ ചെടിയാണ്. നമ്മൾക്ക് നിള നഴ്സറിയിൽ വലിയ സ്റ്റോക്കുള്ള ഒരു ഇനമാണ്. പഴങ്ങളുടെ റാണി എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 200 വർഷത്തോളമൊക്കെ ആയുസ് നിൽക്കുന്ന ചെടിയാണ്. വളരെ ആവശ്യക്കാരുള്ളതാണ്. നമുക്കൊരു 100 രൂപ മുതൽ ഏതാണ്ട് 10,000 രൂപ വരെയുള്ള ചെടികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ നമുക്കവിടെ മരമുന്തിരിയുടെ മറ്റൊരു ശേഖരമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്കവാറും എല്ലാം കായ് ആയിട്ടുള്ള ചെടികളാണ്. നമുക്കിവിടെ 700 രൂപ 800 രൂപ റേഞ്ച് മുതൽ 10,000 രൂപ വരെയുള്ള മരമുന്തിരിയുടെ ചെടികളുണ്ട്. അപ്പം 3000 രൂപ തൊട്ട് കായ്ച്ച ചെടികൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അത്ര ശേഖരം. ഏതാണ്ട് 10,000-ത്തിലധികം പീസ് നമുക്കിവിടെ സ്റ്റോക്കുണ്ട്. നമുക്ക് 250 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 250 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കായ്ച്ചാകുമ്പോൾ നമുക്കൊരു 3000 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മാവ് താണ്ട നമുക്ക് അടുത്ത ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കുന്ന രീതി നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് കട്ട് ചെയ്ത് നല്ല ബ്രാഞ്ചാക്കി ഈ കിളിക്കേണ്ട രീതി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിതും കവറിനതാക്കി നമുക്ക് ചേഞ്ച് ചെയ്ത് നല്ല പ്ലാന്റ് കൊടുക്കാൻ പറ്റും. കോട്ടൂർക്കോണം കാലാപ്പാടിയും നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഒരു അടുത്ത കൊല്ലത്തേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വിൽക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സാധനം കൂടെ സ്റ്റോക്ക് ചെയ്യും. അത് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് കൊടുക്കാൻ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം സ്റ്റോക്ക് ചെയ്തിരിക്കുക. കാലാപ്പാടിയാണിത്. ഇത് കോട്ടൂർക്കോണം മാവാണ്. അതിൻ്റെ പ്രത്യേകത അറിയാൻ കാരണം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇതിൻ്റെ മാങ്ങയ്ക്ക് നല്ല ഡിമാൻഡുള്ള ഒരു മാവാണ്. ഇവിടം വരെയുള്ള ഗാർഡൻ അല്ലേ ഈ ഗാർഡൻ? നമുക്കിവിടെ എൻഡ് ചെയ്യാണ്. അവിടെ എൻഡ് ചെയ്യണം അവിടെ. ഓക്കെ. ഇനിയിപ്പോൾ വേറൊരു സെക്ഷൻ ഇനിയിപ്പോൾ ഒരു വീടാണ്.
വീട്ടിലാണ് കൂടുതൽ ഫ്രൂട്ട്സിന്റെ അവർ നേരത്തെ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കാഴ്ചവെക്കണം ഇപ്പോൾ അവിടെ കാഴ്ചയ്ക്കുന്നൊക്കെ അവിടെയാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു മദർ പ്ലാന്റ് കൂടുതലും മദർ പ്ലാന്റ് നമുക്ക് അവിടെയാണ്, വീട്ടിലാണ്. ഓക്കെ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയിട്ട് നമ്മളിത് കൊറോണ സമയത്ത് തുടങ്ങിയതായതുകൊണ്ട് നമുക്ക് മദർ പ്ലാന്റ് നമുക്ക് വീട്ടിൽ കിടപ്പുണ്ട്. ഇത് കരുനാഗപ്പള്ളിയിൽ നിന്നും നമ്മൾ ചേലക്കോട്ടുകുളങ്ങര ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് മാലുമേലോട്ട് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ റോഡിന് സമീപത്തായിട്ടാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നിള ഓർക്കാഡ്സുമായി ബന്ധപ്പെട്ടുള്ള പല ചെടികളുടെയും മദർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് വേണ്ട ഒരു 3-4 ഏക്കറോളം സ്ഥലത്ത് വിപുലമായിട്ട് നമ്മളുടെ മദർ പ്ലാന്റുകൾ നിൽക്കുകയാണ്. ഇത് നമ്മുടെ കട്ട്നറ്റാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഇത് ഒരു വീഡിയോ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് മുഴുവൻ ആൾക്കാരും ഉണ്ട്. കായം കൊണ്ടുപോയി. അതെ അതെ, കായം കൊണ്ട്. ഇതിന്റെ ചെടികൾ ഇപ്പം നഴ്സറിയിലുണ്ടോ? ഇപ്പം നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഉണ്ട്. അതെ, കായൊക്കെ ആയി വരുന്നുണ്ട്. ഇത് ഇത് അതായത് വറുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉണങ്ങി വറുത്തെടുത്ത് നല്ല ടേസ്റ്റിയാണ്. ബദാം പരിപ്പിന്റെ ഒരു ടേസ്റ്റോട് കൂടി കിട്ടുന്ന ഒരു നമുക്കിവിടെ ബുഷ് ഓറഞ്ച്. ഇത് ബുഷ് ഓറഞ്ച് ആണ്. ബുഷ് ഓറഞ്ചിന്റെ ഒരു നല്ല പ്രായമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും നല്ല ഇത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പറഞ്ഞു പോകുന്നു. അതൊക്കെ ഓൾറെഡി പഴുത്ത് നിൽക്കുകയാണ്. ജ്യൂസ് അടിക്കാന്നല്ല. അതെ. ഇവിടെ ഉള്ളിച്ചാമ്പ, അത് പണ്ടത്തെ ചാമ്പക്കല്ലേ? അതെ അതെ, പഴയ ചാമ്പയാണ്. പഴയ ചാമ്പക്ക, ഉള്ളിച്ചാമ്പ. ഇത് എഡാസ്റ്റാർ ലോങ്കണാണ്. മദർ പ്ലാന്റ് അല്ലേ നിങ്ങളെ? ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ്. അപ്പം നിറയെ ഇത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഫ്ലഷ്. കമ്പ് എടുക്കണ്ട? ഏതാ? എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ കായുണ്ട്. നമുക്ക് ലോങ്കണ്ണൻ്റെ ഒരുപാട് മദർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അതാണ് നല്ല ഫ്ലഷ് ഉണ്ട്. കുരു വളരെ കുറവാണ്. നല്ല ഫ്ലേവർ ഉണ്ട്. കുരു വളരെ ചെറുതാണ്ടേ. നല്ല ഫ്ലഷുമാണ്. കുറെ പറിച്ചു പോയിട്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ടാവുന്ന നല്ല ലോങ്ങനാണ് എഡോസ്റ്റാർ. അവിടെ തൈകളുണ്ടല്ലോ? അത് അവിടെ നമുക്ക് ആവശ്യം പോലെ തൈകളുണ്ട്. 800 രൂപ സ്റ്റാർട്ടിങ്. നമുക്ക് 800 രൂപ മുതൽ മുകളിലോട്ടുള്ള തൈയുണ്ട്. റംബൂട്ടാൻ്റെ നമ്മുടെ ഒരു മദർ പ്ലാന്റ് ഉണ്ട്. ഇവിടെ നല്ല വലിപ്പമുള്ള ഇതിൻ്റെ നിങ്ങളിവിടെ തൈകൾ ചെയ്യുന്നുണ്ട്? ഉണ്ട്. അത് 118 118 ഇങ്ങനെ കുറച്ച് നീളമുണ്ടാവും. നല്ല വലിപ്പത്തിലുള്ള. ഇതൊക്കെ ഒരു മദർ പ്ലാൻ ആണ്. ഇതിൽ നിന്നൊക്കെ ഒരു കുറേ തണ്ടുകൾ കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. അതെന്താ മൂടിയിട്ടേക്കണത്? ജബോട്ടിക്കാപ്പ? ഇത് ജബോട്ടിക്ക ചാമ്പയാണ്. ഇത് നമ്മുടെ ചാമ്പയുടെ നമ്മളിതെല്ലാം ചെയ്തു വെച്ചിരിക്കുക. ഇത് തായ്ലൻഡ് ചാമ്പയാണോ? അല്ലേ? അതെ, തായ്ലൻഡ് ചാമ്പയാണ്. പറിച്ചു നോക്കിയാ ഇതെല്ലാം ഇപ്പം മഴയും കൂടെ ആയപ്പോഴേ പുഴുക്കേടൊന്നുമില്ലല്ലേ? ഇല്ല. നല്ല ക്രിസ്പി. സാധാരണ ചാമ്പകൾ ഈ സമയത്ത് പുഴുക്കേട് വരേണ്ടതാണ്. നിങ്ങൾ ലെയർ ചെയ്തെടുക്കുന്നുണ്ടല്ലേ? ഇതാണ്ട് ലെയർ വെച്ചാൽ കാണാം. ഇതാണ്ട് അവിടെ ഉണ്ടോ? ഇവിടെ ലെയർ ചെയ്ത് നിർത്തി. സീഡ്ലെസ് നമ്മളാണ്. അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണിത്. ഇത് വലിയ മരമുള്ളത് കുറച്ച് നാളായിരുന്നല്ലേ? കുറേ നാളായി. 10 വർഷത്തിന് മുകളിലുള്ള ചെടിയാണ്. അമ്പഴം. ഇത് മറ്റേ സീറ്റമ്പഴോ? ഓക്കെ. ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണ്. അത്യാവശ്യം നല്ല വലിപ്പം വരുന്നതാണ്. നമുക്ക് കാഴ്ച നിൽക്കുന്ന ഇവിടെ ഉണ്ട്. നല്ല കായുണ്ട്. നല്ല ബ്രാഞ്ചായിട്ട് നിൽക്കുകയാണ്. നല്ല വലിപ്പം വരും. ഇത് വൈറ്റ് ലോങ്ങൻ കായ്ച്ച് നിൽക്കുന്നതാണ്. നല്ല ആവശ്യം പോലെ ജെല്ലിയാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. വൈറ്റ് ലോങ്ങിൻ്റെ നമുക്ക് സ്റ്റോക്ക് ഇഷ്ടംപോലെ. അത് മേളിലെല്ലാം നല്ലപോലെ കായ്ച്ചിരിക്കുകയാണ്. അത്യാവശ്യം വെയിലൂടൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കായ്ക്കും. കാട വലിപ്പം നോക്കിയാൽ നല്ല മുഴുത്ത കായാണ്. നോക്കിയാൽ നല്ല വലിയ കൂലിയുടെ അത്രയുള്ള കായാണ്. അതുപോലെ നല്ലതാണ്. ഇതിൻ്റെ നമ്മൾ ചെറിയ പ്ലാന്റ് ഉണ്ട്, വലിയ പ്ലാന്റ് നമുക്ക് നേച്ചറിലുണ്ട്. പിന്നെ അതേപോലെ കട്ട്നട്ട് നല്ല ബുഷായിട്ടുള്ള വേറെ പ്ലാന്റാണിത്. അബിയുവിൻ്റെ നമ്മുടെ ഒരു മദർ പ്ലാന്റാണിത്. നമ്മൾ മേൽഭാഗം കട്ട് ചെയ്ത് നല്ല ബ്രാഞ്ചായിട്ട് നിർത്തിയിരിക്കുകയാണ്. അബിയുവിൻ്റെ സീഡും എല്ലാം നമുക്കുണ്ട്. ഇവിടെ നമ്മൾ ജാതിയുടെയൊക്കെ തൈയാണ്. ഇത് നമ്മൾ നേരത്തെ ജാതി തൈ ഇവിടെ റെഡിയാക്കിയാണ്. സ്കൂൾ ബോയുടെ റംബൂട്ടാനാണിത്. എല്ലാം കായ്ച്ചിരിക്കുകയാണ്. സ്കൂൾ ബോയ് റംബൂട്ടാൻ. പിന്നെ ഇവിടെ
റംബൂട്ടാൻ്റെ തൈയെല്ലാം നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഉണ്ട്, അവിടെ എല്ലാം കാണാം. ഇവിടെ മാംഗോസ്റ്റിൻ്റെ ചെടികൾ നമ്മൾ കണ്ട ഇവിടെ റെഡിയാക്കി വരികയാണ്. അപ്പം അതുകൊണ്ട് ആവശ്യം പോലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു ക്വാണ്ടിറ്റി ഇവിടെ റെഡിയാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത കൊല്ലത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ്. നമ്മളെപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതല്ല റെഡ് ലേഡി പപ്പായ ആണ് താണ്ട. ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ ഇല്ല, നമുക്കതിൻ്റെ നമ്മൾ തന്നെ അതിൻ്റെ അരിയിട്ട് മുളപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിപ്പം സ്റ്റോക്കില്ല. കുറച്ചാൾ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോക്ക് ആവും. അത് നമുക്കിവിടെ മാംഗോസ്റ്റിൻ്റെ ഒരു മരം നിപ്പുണ്ട്. മാംഗോസിൻ്റെ മരം നമ്മൾ അതിൻ്റെ പഴം എടുത്താൽ, അപ്പോൾ ഇത് നന്നായിട്ട് കായ്ഫലം കിട്ടിയ നമ്മളിതിൻ്റെ പഴം എടുത്ത ഒരു മരമാണ് നിൽക്കുന്നത്. ഇത് ആപ്പിൾ ചാമ്പയാണ്. ആപ്പിൾ ഇത് നല്ല രസം അതിൻ്റെ അടി വന്നപ്പോൾ. അതെ, നോക്കി പൂക്കൾ എടുക്കണം നോക്കി. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് പൂത്ത നല്ല കാവൽ നല്ല കിട്ടിയിട്ടുള്ള ഒരു മരമാണിത്. ഇത് തൈകൾ എന്തിനാണ്? ഇത് നമ്മൾ മാംഗോസിൻ്റെ തൈകൾ തന്നെയാണ്. ഓ ശരി. നേരത്തെ നമ്മൾ കണ്ട പോലെ. കാരണം കൂടുതൽ വളർന്നു വരുന്ന സമയത്ത് കൂടുതൽ ചൂട് വെയിലേക്കരുതല്ലോ. മാംഗോസിനൊക്കെ റോസ് കളറായില്ലേ പൂക്കൾ കൊണ്ട്. അപ്പം അത് ഇവിടെ നമ്മുടെ ലോങ്കൻ്റെ ഒരു വലിയ ഇതെല്ലാം നമ്മൾ നമ്മുടെ മദർ പ്ലാന്റുകളായിട്ട് എടുക്കുകയാണ്. പിന്നെ മെലസ്റ്റോമ അല്ലേ അത് ഈ ചെടി? ബ്ലൂ കളർ മെലസ്റ്റോമ അല്ലേ? അത് ഇതാണ്, ഗാർഡൻ ചെടിയാണ്. കുറച്ച് പുകയും വല്ല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിപ്പോൾ നോക്കുന്നില്ല. നാരകത്തിൻ്റെ ഉണ്ട്. ആ ഇത് ഗംഭീര നാരകമുള്ളത്. കമ്പിളി നാരകം. കമ്പിളി നാരകം തന്നെയാണ് അത്. കാരണം നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന കമ്പിളി നാരകം എന്നാണ് പറയുന്നത്. അതെ, ഒരു വെറൈറ്റി ഭയങ്കര വലിപ്പമുണ്ടല്ലോ സാധനം. ഒലാസാപ്പാണോ അത്? അത് പൂത്തേക്കണോ? അതെല്ലാം പൂത്ത് നിൽക്കുകയാണ്. ഓ നല്ല രസമുണ്ടല്ലോ പൂക്കൾ. ഇതുണ്ടോ? ഇതിൻ്റെയൊക്കെ തൈകൾ ഇവരെ നഴ്സറികളുണ്ട് കേട്ടോ. നമ്മുടെ 4 സീസൺ ലോങ്ങൻ്റെ ഒരു മദർ പ്ലാന്റ് ആയത് നല്ലപോലെ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യാനായാലും ബഡ് ചെയ്യാനായാലും എടുക്കുന്നുണ്ട്, തയ്യാറായിട്ട് എടുക്കും. നമ്മളിവിടെ വന്നിട്ട് എടുത്ത് ചെയ്യുന്നത് നമ്മൾ. നല്ല വലിയ പ്ലാന്റ് ആയത്. തന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ കായ അറിയണത്. കമ്പിളി നാരകമാണത്. കമ്പിളി നാരകത്തിന്റെ മുകളിൽ അതൊക്കെ പറിക്കാറായിരുന്നു. അതൊക്കെ പഴുത്തിരിക്കുക. പിന്നെ ഇത് പുലാസൻ്റെ ചെറുതാണിത്. നമ്മുടെ മട്ടവ നമുക്ക് കായ ആയിട്ടില്ല. ഓ നമ്മുടെ ബ്ലാക്ക് ഡയമണ്ട് പേരയാണ് അവിടെ കായ്ച്ചിരിക്കുന്നത്. ഇത് സീറ്റ് ലൂബി, ഐശ്വര്യ സീറ്റ് ലൂബിയാണ്. നമ്മുടെ ലൂബിയുടെ മദർ പ്ലാന്റാണിത്. കുറച്ച് വലിപ്പമുള്ള ലൂബി. നല്ല വലിപ്പം വരുന്നതാണ്. നല്ല മധുരമാണ്. ഇത് പിന്നെ ഒരു ഓൾ സീസൺ അല്ല, എപ്പോഴും ഉണ്ടാവില്ല? എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ തൈക്കൊക്കെ അവിടെ എന്തുവല്ലുണ്ട് നഴ്സറി? തൈക്ക് അതാകുമ്പോൾ നമുക്ക് അവിടെ ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടാനേ ഒരു ഇച്ചിരി പാടായതുകൊണ്ട് നമുക്ക് ഇച്ചിരി വില ഉണ്ടാകും. ഒരു 500 രൂപ റേറ്റ് വരും. ഇത് മറ്റേ ഗോൾഡൻ സീതാപ്പഴം അല്ല? സീതാപ്പഴം, ഗോൾഡൻ സീതാപ്പഴം. ഇത് നമ്മുടെ 4 സീസൻ്റെ മദർ പ്ലാന്റ്. ഇതിപ്പോ നിറയെ കായാണല്ലോ. നിറച്ച് കായാണ്. ശരിക്കും കാ പിടിക്കുന്ന ടൈപ്പാണിത്. അതെല്ലാം അവിടെ എല്ലാം നാണ്ട കായ അവിടെ. ഓക്കെ. നമ്മുടെ NAT ആണ് റംബൂട്ടാൻ. നാണ്ട നിറച്ച് കായ പിടിച്ചിരിക്കുകയാണ്. നോക്കി പഴുത്തിട്ടില്ല, നല്ല കളറായി നിൽക്കുകയാണ്. മൊത്തം കായായിട്ടുണ്ട്. 4 സൈഡും കായായിട്ടിരിക്കുകയാണ്. നമ്മുടെ മാങ്കോസ്റ്റിൻ തണൽ വേണ്ടതുകൊണ്ട് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാറ്റണത്, മറ്റു ചേഞ്ച് ചെയ്ത് വെക്കണത്. ഇവിടെയൊക്കെ ഇത് പറിക്കാറായിട്ടില്ലല്ലേ? ചൂടാ കഴിയണം, പഴുത്തിട്ടില്ല. റെഡ് ഡയമണ്ട് പേരയുടെ വലിയ ടൈപ്പാണ്. നമ്മുടെ മദർ പ്ലാന്റ് ഒക്കെയാണത്. നമ്മൾ ബുഷാക്കി നിർത്തിയിരിക്കുകയാണ്. കായ ഉണ്ടാകുമോ? കായ ഇപ്പോൾ നമ്മൾ പറിച്ചാണ്. ഇനിയിപ്പം അടുത്ത കായ ആവണം. ഇവിടെ വരെ ഉള്ളൂ അല്ലേ? ഇവിടെ വരെ ഉള്ളൂ. ഇത് ചെറിയാണ്. ചെറി സൂര്യനാം ചെറിയാണെന്നുണ്ട് ഇല കണ്ടിട്ട്. അതേ എടുക്കുന്നത്. പേരക്കത് റെഡ് ഡയമണ്ട് ആണ്. റെഡ് ഡയമണ്ട് ഇതൊന്നും അല്ല, ഇതിനെക്കാട്ടും നല്ല വലിപ്പം വരും. ഇത്ര തൂക്കമൊന്നും അല്ല വരും. നല്ല വലിപ്പം വരുന്ന ടൈപ്പാണിത്. നിറച്ച് പിടിച്ച് കിടക്കുവാണിത്. ഇവിടെയൊക്കെ കായകളുണ്ടല്ലോ. റെഡ് ഡയമണ്ട് ഇങ്ങനെ ആയി. റെഡ് ഡയമണ്ട് നല്ലപോലെ കായ്ക്കും. അതുകൊണ്ട് അപ്പുറ സൈഡിലെല്ലാം ഉണ്ട്. ആ സൈഡിലെല്ലാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അതൊന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. അവിടെ ഇരിക്കാൻ ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ കായില്ല. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ നിർത്തുകയാണ്. ഡെലിവറി ഇല്ലാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നിട്ട് എടുക്കണം. വരികയാണെങ്കിൽ കറക്റ്റ് ഒന്നും കൂടെ സ്ഥലം പറഞ്ഞു കൊടുത്തു. നമ്മൾ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ നഴ്സറി. കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും കിഴക്കോട്ട് കുറ്റിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ തെക്കോട്ട് പ്ലാവിള ജംഗ്ഷൻ 2 കിലോമീറ്റർ ദൂരമാണ്. അവിടെയാണ് നിള നഴ്സറി ഉള്ളത്. സമയവും പിന്നെ സൺഡേ ഒക്കെ ഉണ്ടാവോ? എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നമുക്ക് കൃത്യമായിട്ട് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ശരി. അപ്പോൾ ശരി എന്നാൽ താങ്ക് യു. ഓക്കെ.